VATICAN വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വളരെ ഹൃദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. പൊതുവെ നമ്മൾ ഈ പ്രോഗ്രാമിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രബോധനങ്ങൾ, പ്രസംഗങ്ങൾ, രചനകൾ ആണ് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. മാർപ്പാപ്പ പറഞ്ഞ ഒരു പ്രസംഗമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഒരു പ്രത്യേക സാഹചര്യം ഇപ്പോൾ വരുന്നത് കൊണ്ടാണ്. ആഗോള സഭ മറ്റ് സഭകളോട് ചേർന്ന് ജനുവരി മാസം 18-ാം തീയതി മുതൽ 25-ാം തീയതി വരെ സഭാഐക്യത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നടത്തുന്ന സമയമാണ്. ഒന്നിച്ച് ചർച്ചകൾ ചെയ്യുകയും ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും ഒന്നിച്ച് പല കാര്യങ്ങളും സംഘടിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ് അത്. ഈ സഭാഐക്യ വാരം WCC വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസും കത്തോലിക്ക സഭയുമെല്ലാം അതിന് പ്രാധാന്യം കൊടുക്കുന്നു. എല്ലാവരും ഒന്നായി തീരണം എന്ന കർത്താവിൻ്റെ ആ വലിയ ആഗ്രഹം, പ്രാർത്ഥനയുടെ ഫലദായകത്വത്തിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ നമ്മുടെ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തോലിക്ക സഭയും പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകളുമായുള്ള ദൈവശാസ്ത്ര സംവാദത്തിനായുള്ള സംയുക്ത അന്തർദേശീയ കമ്മീഷൻ അംഗങ്ങളുമായി നടത്തിയ ഒരു പ്രസംഗമാണ്, അദ്ദേഹം പറഞ്ഞ ചിന്തകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമ്മുടെ ഈ പ്രാർത്ഥനാ വാരത്തിലൊക്കെ ഈ ഒരാശയം കൂടുതൽ നടപ്പാക്കാൻ ശ്രമിച്ചാൽ അത് വലിയ അനുഗ്രഹമായി തീരും എന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. സഭൈക്യം പ്രോത്സാഹിപ്പിക്കുന്നതിന് സൈദ്ധാന്തികമായ സംവാദം ഇരു സഭകളും തമ്മിലുള്ള പ്രാദേശിക തലത്തിൽ അനുദിന ബന്ധത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുന്നതാകണമെന്ന് ആണ് മാർപ്പാപ്പ അവരോട് പറഞ്ഞത്. അതുതന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. സിദ്ധാന്തപരമായ ചർച്ചകൾ നടത്തി ഉയർന്ന തലത്തിൽ ദൈവശാസ്ത്രജ്ഞന്മാർ ഓരോ സഭയിലെയും, പ്രത്യേകിച്ച് ഇവിടെ പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയിലെ ദൈവശാസ്ത്രജ്ഞന്മാരും കത്തോലിക്ക സഭയിലെ ദൈവശാസ്ത്രജ്ഞന്മാരും തമ്മിലുള്ള ചർച്ചകളാണ് ഇവിടെ വരുന്നത്. അത് പ്രാദേശിക തലത്തിൽ നടക്കണം. ഉയർന്ന തലത്തിൽ, ആഗോള തലത്തിൽ മാത്രം നടന്നാൽ പോരാ, അനുദിന ബന്ധത്തിൽ അത് നടക്കണം. അപ്പം അനുദിന ബന്ധത്തിൽ ഉരുത്തിരിയുന്ന സാഹചര്യങ്ങളിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് ആലോചിക്കണം എന്നീ കാര്യങ്ങളാണ് പരിശുദ്ധ പിതാവ് സൂചിപ്പിക്കുന്നത്. അപ്പസ്തോലിക കൊട്ടാരത്തിലാണ്, മാർപ്പാപ്പയുടെ സ്വകാര്യ ലൈബ്രറിയിലാണ് അവരെ കണ്ടുമുട്ടിയത്, അവരോട് ഈ ആശയങ്ങൾ പങ്കുവച്ചത്. തുടങ്ങിയത് പ്രിയ സഹോദരന്മാരെ എന്ന അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ ഈശോ മിശിഹായിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് മാർപ്പാപ്പ ആദ്യമേ ആശംസിച്ചു. അപ്പസ്തോലനായ പൗലോസ് ഉപയോഗിച്ച ഒരു വാചകം, ഞാൻ നിങ്ങളെ പ്രതി ദൈവത്തിന് സദാ നന്ദി പറയുന്നു, കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനമാണ്, 1-ാം അധ്യായമാണ്, 3-4 വചനങ്ങളാണ്. ഈ വാക്കുകളാണ് ഞാനും ഉപയോഗിക്കുന്നത് എന്ന് പരിശുദ്ധ പിതാവ് എടുത്തു പറഞ്ഞു. നിങ്ങൾ വന്നതിന് നന്ദി രേഖപ്പെടുത്തി. കത്തോലിക്ക സഭയും പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകളുമായുള്ള ദൈവശാസ്ത്ര സംവാദത്തിനായുള്ള കമ്മീഷനിലെ പ്രിയപ്പെട്ട അംഗങ്ങളെ, നിങ്ങളുടെ വിലപ്പെട്ട സേവനങ്ങൾക്ക് ഞാൻ ഹൃദയംഗമമായി നന്ദി പറയുന്നു എന്നും പരിശുദ്ധ പിതാവ് അവരെ അറിയിച്ചു. 3 വർഷത്തിന് മുമ്പുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള ആദ്യ കൂടിവരവ്, നമുക്കറിയാമല്ലോ, കൊറോണ വൈറസിൻ്റെയൊക്കെ പ്രശ്നം കാരണം, മഹാമാരി കാരണം ഒന്നിച്ചു കൂടാനായിട്ട് സാധിച്ചില്ല. ഞാൻ വളരെ സന്തുഷ്ടനാണ് ഈ കൂടിവരവിൽ എന്നും മാർപ്പാപ്പ അവരെ അറിയിച്ചു. അവിടെ മെത്രാൻ കിരിലോസിൻ്റെ ഹൃദ്യമായ വാക്കുകൾ, അദ്ദേഹമാണ് മാർപ്പാപ്പയ്ക്ക് സ്വാഗതം പറഞ്ഞത്. ഒരു പരമ്പരാഗത രീതിയാണ്, അവനും നന്ദിയുള്ളവനാണ് എന്ന് പറഞ്ഞു. കൂദാശകളെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട പഠനം
അവസാന ഘട്ടത്തിലായിട്ടുണ്ട് എന്ന് അറിയുന്നതിലും സന്തോഷം പ്രകടിപ്പിച്ചു. ദൈവകൃപയാൽ ഈ പഠനത്തിൽ വന്നിട്ടുള്ള അഭിപ്രായ സമന്വയം പൂർണ്ണ സഹകരണത്തിനുള്ള വഴിത്താര തുറക്കുമെന്ന് മാർപ്പാപ്പ പ്രത്യാശിക്കുകയാണ്. ഈ കൂദാശകളെ പറ്റിയുള്ള ഒന്നിച്ച് കൈകാര്യം ചെയ്യുന്നതിന് അതിൻ്റെ ആശയങ്ങൾ, അതിൻ്റെ രീതികൾ, ചരിത്രമെല്ലാം പഠിച്ചൊരു അഭിപ്രായ സമന്വയത്തിലേക്ക് ഇവർ വന്നിട്ടുണ്ട്. ഈ കമ്മീഷൻ അത് നമുക്ക് ഒന്നിച്ചു വരാനുള്ള വഴിത്താരയിൽ വലിയ ഒരു സംഭവമായി മാർപ്പാപ്പ എടുത്തു കാട്ടുകയാണ്. അപ്പോൾ മാർപ്പാപ്പ പറയുകയാണ്, ഇങ്ങനെയുള്ള ഈ ചിന്ത എന്നെ 3 നിഗമനങ്ങളിലേക്കാണ് കൊണ്ടുവരുന്നത്. അത് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്ന് പരിശുദ്ധ പിതാവ് സൂചിപ്പിച്ചു. നമുക്ക് അത് കേൾക്കാം. അതാണ് പ്രധാനം. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കണം. ഒന്നാമതായി മാർപ്പാപ്പ പറയുന്നത് സഭാ ഐക്യം അടിസ്ഥാനപരമായി ജ്ഞാനസ്നാനവുമായി ബന്ധപ്പെട്ടതാണ്. സഭാ ഐക്യം എല്ലാവരും മാമോദീസായിലൂടെയാണല്ലോ ക്രിസ്ത്യാനികളായിരിക്കുന്നത്. എല്ലാവരും ജ്ഞാനസ്നാനം സ്വീകരിച്ചിരിക്കുന്നു. ഈ ജ്ഞാനസ്നാനത്തിൻ്റെ അടിത്തറയിലാണ് ക്രൈസ്തവർ തമ്മിലുള്ള കൂട്ടായ്മയും ഐക്യത്തിനുള്ള നമ്മുടെ പ്രകടമായ ആഗ്രഹവും നിലകൊള്ളുന്നത്. മാമോദീസ സ്വീകരിച്ചവരാണ് എല്ലാവരും. അപ്പോൾ ഈ കൂദാശയ്ക്ക് നന്ദി പറയണം. നമ്മൾ അപ്പസ്തലനായ പൗലോസിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും ഇങ്ങനെ പറയാൻ കഴിയട്ടെ എന്ന് മാർപ്പാപ്പ പറഞ്ഞു. നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ ജ്ഞാനസ്നാനം ഏറ്റവരാണ്. കൊരിന്തോസുകാർ എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം 13 നമ്മളത് വായിക്കും. നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ ജ്ഞാനസ്നാനം ഏറ്റവരാണ്. ഈ അടിസ്ഥാന കൂദാശയോടുള്ള പരസ്പരമായ അംഗീകാരം വഴി അപ്പസ്തലനായ പൗലോസിനോടൊപ്പം നമുക്കും പറയാൻ കഴിയണം, ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവുമേ ഉള്ളൂ എന്ന്. അങ്ങനെ പറയുക, അതാണല്ലോ സഭകൾ. നമ്മൾ ഈശോയെ ഏറ്റു പറയുന്നു, ഒരു കർത്താവാണ്, ഒരു വിശ്വാസമാകണം, ഒരു ജ്ഞാനസ്നാനവുമാണ്. അവിടെയാണ് നമ്മളെ എല്ലാവരെയും ഒന്നിപ്പിക്കുന്നത്. അതാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. നമുക്കെല്ലാം ഒന്നിച്ചു വരാൻ സഹായിക്കുന്നത് ജ്ഞാനസ്നാനമാണ്, കർത്താവിൻ്റെ ജ്ഞാനസ്നാനം. അത് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുകയായിരുന്നു. നമ്മളെല്ലാം ക്രിസ്ത്യാനികളാണ്, നമുക്കറിയാലോ. അതുകൊണ്ടാണ് നമ്മുടെ ലൈംഗിക സഭകളിലെല്ലാം കൈകാര്യം ചെയ്യുന്ന മാമോദീസ പിന്നീട് ആവർത്തിക്കുന്നില്ല. ഒരിക്കൽ മാത്രം സ്വീകരിക്കുന്ന കൂദാശയാണ് മാമോദീസ. സഭയിലേക്ക് അംഗമാകുന്ന, വാതിലാകുന്ന, എല്ലാ കൃപകളും സ്വീകരിക്കുന്ന കൂദാശയാണ് മാമോദീസ. നമ്മളെ ദൈവപുത്രന്മാരാക്കി തീർക്കുന്നത്, ഈശോയുടെ സഹോദരന്മാരാക്കി തീർക്കുന്ന കൂദാശയാണ് മാമോദീസ. നമുക്ക് മറ്റു കൂദാശകളൊക്കെ സ്വീകരിക്കാൻ സാധിക്കുന്നത് മാമോദീസായിൽ നിന്നുകൊണ്ടാണ്, മറ്റു കൂദാശകൾ. അപ്പോൾ ആ തരത്തിൽ നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവപുത്രനായി തീരുന്നു. ഈശോയുടെ മാമോദീസായിൽ ദൈവപിതാവ് പറഞ്ഞതുപോലെ ഇവൻ എൻ്റെ പ്രിയപുത്രൻ. നമ്മളൊക്കെ മാമോദീസായിലൂടെ ദൈവത്തിൻ്റെ പ്രിയപുത്രൻ, പുത്രി ആയി തീരുകയാണ്. ഇതാണ് മാർപ്പാപ്പ ആദ്യമേ പറഞ്ഞ പോയിൻ്റ്. 2-3 നിഗമനങ്ങൾ ഞാൻ പങ്കുവയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ട്, രണ്ടാമത്തെ കാര്യം, സഭയുടെ ഐക്യത്തിന് എപ്പോഴും ഒരു അജപാലന സ്വഭാവമുണ്ട്. അത് നമ്മൾ ഓർക്കണം. അപ്പസ്തോലിക പാരമ്പര്യം പിന്തുടരുന്ന നമ്മുടെ സഭകൾക്കിടയിൽ കൂടുതൽ അർത്ഥവത്തായത് അജപാലന സ്വഭാവത്തോടുള്ള സഭാ ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നതിന് ശ്രമിക്കുക എന്നതാണ്. ജ്ഞാനസ്നാനത്തിൽ മാത്രമല്ല, മറ്റു കൂദാശകളിലും വിശാലമായ അഭിപ്രായ സമന്വയം കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട് എന്നും അറിയുന്നതിൽ മാർപ്പാപ്പ സംതൃപ്തി പ്രകടിപ്പിച്ചു. ഇക്കാര്യത്തിൽ ഒരു പൂർണ്ണ ഐക്യം ഇല്ലെങ്കിൽ തന്നെ, നമുക്കറിയാം പൂർണ്ണ ഐക്യം നമ്മൾ ഇതുവരെ വന്നിട്ടില്ല. ഒരു പൂർണ്ണ ഐക്യം ഇല്ലെങ്കിൽ തന്നെ ചില പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകളുമായി ചില ധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. ഇത് ദൈവത്തിൻ്റെ കൃപാവരത്താൽ
പങ്കുവയ്ക്കുന്നതിന് അനുവാദം നൽകുന്നുണ്ട്, ചില കുദാശകളിൽ പങ്കുചേരാനായി. എല്ലാ ക്രൈസ്തവ സഭകളും തമ്മിലുള്ള ഐക്യം പുനഃസ്ഥാപിക്കുക എന്നൊരു പേരിലാണ് ഈ രേഖ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. എല്ലാ ക്രൈസ്തവ സഭകളും തമ്മിലുള്ള ഐക്യം പുനഃസ്ഥാപിക്കുക, അതിൻ്റെ 8-ാം നമ്പറിലാണ്. അപ്പോൾ മറ്റു കുദാശകൾ മാമോദീസായിൽ ഒരു സമന്വയം വന്നിരിക്കുന്നു. അപ്പോൾ ഇത് യോജിപ്പിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. ഇനി എല്ലാ കുദാശകളുമായും 1984 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും അന്ത്യോക്യൻ സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ പാത്രിയാർക്കീസ് മാർ ഇഗ്നാഷ്യസ് സക്ക പ്രഥമനും ഒപ്പുവെച്ച കരാർ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു, മാർപ്പാപ്പ പറഞ്ഞു. ഈ കരാർ അനുസരിച്ച് ദിവ്യകാരുണ്യം, പാപപരിഹാര കൂദാശ, കുമ്പസാരമാണ്, രോഗികൾക്കുള്ള തൈലാഭിഷേകം, രോഗീലേപനം എന്നിവ പ്രത്യേക സാഹചര്യങ്ങളിൽ ഇരു സഭകളിൽ നിന്നുള്ളവർക്കും സ്വീകരിക്കുന്നതിന് അനുവാദം നൽകുന്നതാണ്. പൊതുവായിട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിലും പ്രത്യേക കാരണം ഇത് രണ്ടിൻ്റെയും അടിസ്ഥാനങ്ങളെല്ലാം ഒന്നാണ്. ആ പൗരോഹിത്യം എല്ലാവരും പങ്കുവയ്ക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ 3 കുദാശകൾ മാമോദിസായിൽ ഇപ്പോൾ ഒരു സമന്വയം വന്നിരിക്കുന്നു. ദിവ്യകാരുണ്യം വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന കാര്യമാണ്, കുമ്പസാരിക്കുന്ന കാര്യമാണ്, രോഗികൾക്കുള്ള തൈലാഭിഷേകമാണ്. പ്രത്യേക സാഹചര്യങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഒരു മുന്നോട്ട് സഭായിക്യത്തിലേക്കുള്ള ഒരു മുന്നേറ്റമാണ് എന്ന് മാർപ്പാപ്പ സന്തോഷത്തോടെ ഓർക്കുന്നു. വിശ്വാസികൾ തമ്മിൽ വിവാഹബന്ധം അനുവദിക്കുന്നതിന് കത്തോലിക്ക സഭയും മലങ്കര സിറിയൻ ഓർത്തഡോക്സ് സഭയും തമ്മിൽ 1994 ഉണ്ടാക്കിയ കരാറും സ്മരണീയമാണ് എന്ന് പാപ്പ പറയുന്നു. നമ്മുടെ നാട്ടിലാണ് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിട്ടുണ്ട്, വിശ്വാസികൾ തമ്മിൽ വിവാഹബന്ധം അനുവദിക്കുന്നതിന്. നമ്മളും പ്രത്യേകിച്ച് യാക്കോബായ സഭയും തമ്മിലാണ്, മറ്റ് ഓർത്തഡോക്സ് സഭയും തമ്മിൽ ഇപ്പോൾ ചർച്ചകൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് വിവാഹം 2 കൂട്ടരും തമ്മിൽ കഴിക്കുന്നതിന് ഒരു അനുവാദമുണ്ട്. കർമ്മങ്ങൾ നിർവഹിക്കുന്നത് അവരുടേതായ വിശ്വാസം നിലനിർത്തിക്കൊണ്ടാണ് അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. വൈദികരെ പങ്കുചേരുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ പ്രത്യേക നിബന്ധനകൾ വെച്ചിട്ടുണ്ടെങ്കിലും നമുക്കറിയാം അങ്ങനെ ഒരു ധാരണയും നമുക്ക് വന്നിട്ടുണ്ട്. ദൈവമക്കളുടെ ജീവിതവും ക്ഷേമവും കണക്കിലെടുത്തത് കൊണ്ടും ആശയങ്ങളെക്കാളും ചരിത്രപരമായ വൈവിധ്യങ്ങളെക്കാളും കൃപയുടെ മാർഗങ്ങൾ എല്ലാവരിലും എത്തിക്കണമെന്നതിന് പ്രാധാന്യം കൊടുത്തത് കൊണ്ടാണ് ഇതെല്ലാം സാധ്യമായത്. നമുക്കറിയാം അങ്ങനെ ഒരു നീക്കം വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പറയുകയാണ്, ദൈവമക്കളുടെ ജീവിതവും ക്ഷേമവും നമ്മൾ പ്രധാനമായി കണക്കാക്കുന്നത് കൊണ്ടാണ്. അതെല്ലാവരിലും എത്തിക്കുന്നതിന് വേണ്ടിയാണ്. ആശയങ്ങളെക്കാൾ ചരിത്രപരമായ വൈവിധ്യങ്ങളെക്കാൾ പ്രധാനം അതാണ് എന്ന് മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊക്കെ മുന്നോട്ട് പോകുന്നതിന് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. കമ്മീഷൻ എത്തിച്ചേർന്നിരിക്കുന്ന സമവായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരം കരാറുകൾ കൂടുതലായി ഉണ്ടാകണം എന്ന് മാർപ്പാപ്പ അഭ്യർത്ഥിച്ചു. പ്രത്യേകിച്ച് വിശ്വാസികൾ ന്യൂനപക്ഷങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിലും പ്രവാസികൾക്കിടയിലും ഈ വഴിയിലൂടെ മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് നമുക്ക് പ്രചോദനം നൽകട്ടെ. ആശയപരമായും ദൈവശാസ്ത്രപരവുമായുള്ള വേർതിരിവുകളേക്കാൾ വ്യക്തികളുടെയും ആത്മാക്കളുടെയും ദൈവമക്കളുടെയും നന്മയ്ക്ക് ഇത് സഹായകമായി തീരട്ടെ എന്ന് മാർപ്പാപ്പ ആശംസിക്കുകയാണ്. ഈശോ മിശിഹ ഒരു ആശയമല്ല, മനുഷ്യനായി ദൈവമക്കളിൽ ഒരാളായാണ് അവിടുന്ന് അവതരിച്ചത്, ഒരു ആശയമല്ല. അതുകൊണ്ടാണ് ഈശോ ഒരു ആശയമായി കണ്ടാൽ പോരാ, ഒരു വ്യക്തിയുമായുള്ള കണ്ടുമുട്ടലാണ് എന്ന് ദൈവശാസ്ത്രത്തിൽ വളരെ വ്യക്തമായി പറയുന്നത്. അവൻ ഒരു മനുഷ്യനായി, ഈശോ ദൈവപുത്രൻ. നമ്മൾ മനുഷ്യരുടെയും വിശ്വാസികളുടെയും നന്മയാണ് എപ്പോഴും ആഗ്രഹിക്കേണ്ടത്, കാക്ഷിക്കേണ്ടത് എന്നത് ഇതൊരു വലിയ ചിന്തയാണ് മാർപ്പാപ്പയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്.
അടുത്ത കാലത്തുള്ള മാർപ്പാപ്പമാരെല്ലാം ഇത് പറഞ്ഞിട്ടുണ്ട്. ജോൺ പോൾ രണ്ടാമൻ, പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ, ബെനഡിക്റ്റ് 16 അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഊന്നൽ, അടുത്ത കാലത്ത് മരിച്ചുപോയ മാർപ്പാപ്പ വലിയ ഊന്നൽ സഭകൾ തമ്മിലുള്ള ഐക്യമാണ്. ലോകത്തിലെ എല്ലാ നന്മകളെയും അദ്ദേഹം ഏറ്റെടുത്ത് പറഞ്ഞവനാണ്. മീഡിയയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്ത ആളാണ്. ഇതെല്ലാം നമ്മൾ ഓർക്കുമ്പോൾ മാർപ്പാപ്പമാർ ലോകത്തെ മുഴുവൻ ക്ഷണിക്കുന്നത് ഒന്നായി തീരുന്നതിനാണ്. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയാണ് പ്രധാനം. എല്ലാ കൊല്ലവും നമ്മൾ പ്രാർത്ഥിക്കുന്നു, എല്ലാവരും പ്രാർത്ഥിക്കുന്നില്ല, അതാണ് സങ്കടകരം. നമ്മൾ ജനുവരി 18 മുതൽ 25 വരെ സഭൈക്യ വാരമായി ആചരിക്കുന്നു. കൂടുതലായ പ്രാർത്ഥന, കൂടുതൽ ഐക്യത്തിലേക്ക് വരാൻ ഉണ്ടാകേണ്ട ഒരു സമയത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് എന്നത് മറക്കരുത്. അപ്പോൾ ഇത്രയും പറഞ്ഞു. അപ്പോൾ 2 കാര്യങ്ങളായി. ഒന്ന്, മാമോദീസയാണ് ഐക്യപ്പെടുത്തുന്നത്. അത് മാത്രം പോരാ, മറ്റു കുദാശകളുമായും കൂടുതൽ സമവായമുണ്ടാകണം. അതുണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതിലുള്ള സംതൃപ്തിയാണ് പാപ്പ അറിയിക്കുന്നത്. 3ാമത്തെ ആശയം മാർപ്പാപ്പ പ്രതിഫലിപ്പിക്കുന്നു. സഭാ ഐക്യം ഒരു പ്രാദേശിക യാഥാർത്ഥ്യമായി ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതാണ് പ്രധാനം. ഒരു പ്രാദേശികമായി, ആഗോള സഭയിൽ അത് മുഴുവനായി വന്നിട്ടില്ലെങ്കിലും പ്രാദേശിക യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നുണ്ട്. മധ്യപൂർവേഷ്യയിലുള്ളവർ മാത്രമല്ല, പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കുടിയേറിയവരും കുടുംബത്തിലും ജോലിയിലും ദൈനംദിന ജീവിതത്തിലും ഈ സഭാ ഐക്യം പരിപാലിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമുക്കറിയാം, മറ്റുള്ളവർ അധികം ഇല്ലാത്ത സ്ഥലങ്ങളിൽ ചേർന്ന് നിന്നാണ് എല്ലാവരും പോകുന്നത് എന്നതാണ്. അവർ പലപ്പോഴും സ്വന്തം ജീവൻ്റെ വിലയേക്കാളും ക്രിസ്തുവിൻ്റെ പേരിൽ കഷ്ടതയിൽ കരം കോർക്കുന്നുണ്ട്. പീഡനങ്ങളിൽ നമ്മൾ കാണുന്നതാണത്. അപ്പോൾ അവിടെ സ്വന്തം ജീവൻ്റെ വിലയേക്കാൾ വില കൊടുക്കുന്നു, വിശ്വാസത്തിന് കൊടുക്കുന്നു, ഒന്നിച്ച് നിന്ന് ചെയ്യുന്നു. അതുകൊണ്ടാണ് മാർപ്പാപ്പ ഒരിക്കൽ പറഞ്ഞു, രക്തസാക്ഷിത്വത്തിലുള്ള ഐക്യം. രക്തസാക്ഷികളെല്ലാം വിശ്വാസത്തിൽ ഐക്യപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ദൈവശാസ്ത്രപരമായ സഭാ ഐക്യം മുൻകാലങ്ങളിലെ പോലെ പിടിവാശിയിലുള്ള ഭിന്നതകളെ മാത്രമല്ല പ്രതിഫലിപ്പിക്കേണ്ടത്. അപ്പം പലപ്പോഴും പിടിവാശിയോട് കൂടി ഒത്തിരി കാലത്ത് പോയിട്ടുണ്ട്. മറിച്ച് നമ്മുടെ വിശ്വസ്തതയുടെ അനുഭവമാകണം എന്ന് മാർപ്പാപ്പ പറയുകയാണ്. ഇത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, സൈദ്ധാന്തികപരമായ സംവാദം പ്രാദേശികമായും സഭകൾ തമ്മിലുമുള്ള ദൈനംദിന സമ്പർക്കത്തിലൂടെയും ഉരുത്തിരിഞ്ഞു വരുന്ന ജീവിതത്തിൻ്റെ ആശയങ്ങൾക്ക് അനുരൂപമായിരിക്കാൻ മാർപ്പാപ്പ ആഹ്വാനം ചെയ്യുകയാണ്. ഇതായിരിക്കണം ഈ സംവാദങ്ങളുടെ അല്ലെങ്കിൽ ദൈവശാസ്ത്രത്തിൻ്റെ ഉറവിടമായി തീരേണ്ടത്. അപ്പം നമുക്ക് ദൈനംദിന ജീവിതത്തിൽ ജീവിക്കുമ്പോഴാണ് ഇത് ഉണർന്നു വരുന്നത്. ഞാൻ ഒരു ഉദാഹരണം ഓർക്കുന്നത്, 26 കൊല്ലം മുമ്പ് കേരളത്തിൽ ഞാൻ പകലോമറ്റം കുടുംബം, നമുക്കറിയാമല്ലോ സഭയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്ന അർക്കോദിയാക്കോന്മാർ വന്ന ഒരു കുടുംബമാണ് പകലോമറ്റം കുടുംബം. ആ കുടുംബങ്ങളെ എല്ലാം കൂടി ഒന്ന് ഒന്നിപ്പിച്ചു. ആദ്യം വന്നപ്പോൾ പരസ്പരം സംശയത്തോടെയാണ് എല്ലാവരും കണ്ടത്. ഓർത്തഡോക്സുകാരുണ്ട്, മാർത്തോമാക്കാരുണ്ട്, ഈവൻ പെൻഡക്കോസ്റ്റൽസ് ഉണ്ട്, കത്തോലിക്കരുണ്ട്, മലങ്കരയുണ്ട്, എല്ലാവരും യാക്കോബൈറ്റ്സ് ഉണ്ട്. ഇവരെല്ലാ സഭയിലും പെട്ടവർ ഇന്ന് പകലോമറ്റംകാർ ഈ എല്ലാ സഭയിലും പെടുന്നുണ്ട്. ചരിത്രപരമായി അങ്ങനെ വന്നതാണ്. അവരെ ഒന്നിച്ച് വന്നപ്പോൾ ഏറ്റവും വലിയ പേടി സഭാപരമായി ഞങ്ങളെ എന്തു ചെയ്യും എന്നുള്ള നിലയിലായിരുന്നു. മറ്റുള്ളവരെക്കുറിച്ച് തെറ്റായ ധാരണയാണുള്ളത്. അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്, പിടിവാശിയോട് കൂടി പഠിപ്പിച്ചിരിക്കുന്നത്. അത് ഒന്നിച്ച് വന്ന് ഇപ്പോൾ 26 കൊല്ലം കഴിഞ്ഞപ്പോൾ ഹൃദ്യമായ ഒരു കൂട്ടായ്മയായി മാറിയിട്ടുണ്ട്. പരസ്പരം മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് എക്കുമെനിസം, ഐക്യം ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ. മാർപ്പാപ്പ പറയും, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചിന്താരീതി പ്രോത്സാഹിപ്പിക്കുന്നതാണിത്. ഒരു ചിന്താരീതി ഇക്കാര്യത്തിൽ സാഹോദര്യവും പരിജ്ഞാനവും വർദ്ധിപ്പിക്കുന്നതിന് ഓരോ സഭകളിലെയും യുവജനങ്ങളുടെയും വൈദികരുടെയും പഠന സന്ദർശനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന നിങ്ങളുടെ ശ്രമങ്ങൾ ശ്ലാഘനീയമാണ്. അപ്പോൾ ആളുകൾ ഒന്നിച്ച് വന്ന് പഠിക്കണം, ഒന്നിച്ച് പ്രാർത്ഥിക്കണം, ഒന്നിച്ച് പ്രവർത്തിക്കണം. മാർപ്പാപ്പ നിർദ്ദേശിക്കുന്ന 2 കൂട്ടരാണ്. യുവജനങ്ങൾ
നാളെ അവരുടേതാണ്. വൈദികർ ഒന്നിച്ച് പഠിക്കുക, അതുവഴി നമുക്ക് മാറ്റമുണ്ടാകും. നമ്മുടേതായ സത്യങ്ങൾ വിട്ട് കളയണമെന്നല്ല, അത് സംവാദം എപ്പോഴും വിട്ട് കളയുന്നതല്ല. ബെനഡിക്റ്റ് മാർപ്പാപ്പ പ്രത്യേകം പറഞ്ഞ് സംവാദത്തിൻ്റെ പേരിലാണ് ആപേക്ഷികതത്വം വരുന്നത്. സത്യം കളഞ്ഞുകൊണ്ടുള്ള ഒരു ചർച്ചയല്ല, സംവാദമല്ല, സത്യത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. അപ്പോൾ ഇത് സാഹോദര്യവും പരിജ്ഞാനവും വർദ്ധിപ്പിക്കണം. അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് പ്രധാനം. സഭകളുടെ ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സഭാസമിതിയുടെ നേതൃത്വത്തിൽ കത്തോലിക്കാ സഭയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് 3 ആഴ്ച മുമ്പ് എത്തിയ സംഘത്തെ സ്വീകരിക്കാൻ മാർപ്പാപ്പയ്ക്ക് സാധിച്ചതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. മുന്നോട്ടുള്ള വഴി ഇതാണ്: കൂടിക്കാഴ്ചകളിലൂടെ ആശയങ്ങൾ പങ്കുവെച്ച് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. അതാണ് പ്രധാനം. കൂടിക്കാഴ്ചകളിലൂടെ, കണ്ടുമുട്ടലുകളിലൂടെ ആശയങ്ങൾ പങ്കുവെച്ച് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ആശയങ്ങൾ കൊണ്ട് മാത്രമല്ല, സഹവാസവും ഈ ദിശയിലേക്കുള്ള മുന്നേറ്റത്തിനുള്ള വഴിയാണ്. സഹവാസം, ഒന്നിച്ചു വസിക്കുക. പ്രാദേശിക സഭകളിൽ സജീവമായി പ്രവർത്തിക്കുന്ന യുവജനങ്ങളെ ഇത്തരം കാര്യങ്ങളുമായി ബന്ധിപ്പിക്കുന്നത് അനുരഞ്ജനത്തിനുള്ള സഭകളുടെ ശ്രമങ്ങൾക്ക് വലിയ ഉത്തേജനം നൽകുമെന്നതിൽ സംശയമില്ല. ആശയ സംവാദവും ജീവിത സംവാദവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അത് ഇടയാക്കും. അങ്ങനെയേ നമുക്ക് ഒന്നിപ്പിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. അകന്നു നിന്നുകൊണ്ട് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ കണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ ഇതാണ് മാർപ്പാപ്പ ഈ കൂട്ടായ്മയിൽ, പ്രത്യേകിച്ച് പഠനം, ദൈവശാസ്ത്ര പഠനത്തിൽ ഓർത്തഡോക്സുകാരും കത്തോലിക്കരും ഏർപ്പെടുന്നവരോടാണ് പറഞ്ഞത്. ജ്ഞാനസ്നാനം, അജപാലനം, പ്രാദേശികം എന്നിവയാണ് എൻ്റെ ചിന്തയിൽ വന്ന ഈ 3 ദൈവശാസ്ത്രപരമായ കാഴ്ചപ്പാടുകളെന്ന് പാപ്പ പറയുകയാണ്. കൂട്ടായ്മയിലേക്കുള്ള യാത്രയിൽ ഇവ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ സന്ദർശനത്തിന് ഞാൻ നന്ദി അറിയിക്കുന്നു. അവർ മാർപ്പാപ്പയെ കാണാൻ പഠനത്തിനിടയ്ക്ക് ചെന്നതാണല്ലോ. പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകളുടെ വന്യരായ മേലധ്യക്ഷന്മാരെ നിങ്ങളിലൂടെ ഞാൻ എൻ്റെ ആദരവ് അറിയിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്നത് എല്ലാവരും മെത്രാന്മാരല്ല, മെത്രാന്മാരുണ്ട്, പക്ഷേ വൈദികരെ അൽമായ ദൈവശാസ്ത്രജ്ഞന്മാരാണ്. ആദരം അവർക്ക് അറിയിക്കാൻ മാർപ്പാപ്പ പറയുകയാണ്. സഭകളുടെ പഠിപ്പിക്കലിലും ജീവിതത്തിലും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്ഥാനം എന്നതിനെ ആസ്പദമാക്കിയായിരിക്കും ചർച്ചയുടെ അടുത്ത ഘട്ടം മുന്നോട്ട് പോവുക. നമുക്കറിയാം, പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്ഥാനം എന്താണ് ഈ പഠിപ്പിക്കലിൽ, ഒന്നിച്ച് ജീവിക്കുന്നതിൽ. ഇപ്പോൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയ്ക്ക് സമർപ്പിക്കാം എന്ന് പറഞ്ഞു. നമുക്കറിയാം, ഓർത്തഡോക്സ് മാതാവിനെ അംഗീകരിക്കുന്നവരാണ്. അവർ രണ്ടും എങ്ങനെ യോജിച്ചു പോകാൻ സാധിക്കുമെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഒരു പ്രാർത്ഥന നമുക്കിപ്പോൾ നടത്താം. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ എന്ന് ചോദിച്ചുകൊണ്ടാണ് മാർപ്പാപ്പ അത് പറഞ്ഞത്. ഏറ്റുചൊല്ലാം എന്ന് പറഞ്ഞു. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾ അങ്ങയുടെ സംരക്ഷണത്തിലേക്ക് അണയുന്നു. ഞങ്ങളുടെ അപേക്ഷകൾ നിരസിക്കരുത്. മഹത്വവതിയും പരിശുദ്ധയുമായ കന്യകേ എന്നാണ് മാർപ്പാപ്പ അഭിസംബോധന ചെയ്തത്. എല്ലാ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈ വാക്കുകളോടെ മാർപ്പാപ്പ തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചു. ഓരോരുത്തർക്കും വേണ്ടി നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ ഒരു നാളുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എക്കുമെനിസം പ്രധാനമായി നമ്മൾ കാണണം. മാമോദീസായിൽ എല്ലാവരും മാമോദീസ സ്വീകരിച്ച് ക്രിസ്ത്യാനികളാകുന്നു. എല്ലാവരും അജപാലനപരമായി മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യണം, കുദാശ പരികർമ്മം ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവരും സഹവാസത്തിലൂടെയും സംവാദത്തിലൂടെയും ഐക്യത്തിലേക്ക് വരണം. ഈ വഴികൾ നമുക്ക് ഉപകാരപ്രദമാകട്ടെ, ഐക്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വരാൻ സഹായിക്കട്ടെ. അതുവരെ എന്ന് എല്ലാവർക്കും ആശംസിക്കുന്നു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ പരിശുദ്ധ പിതാവിൻ്റെ മറ്റൊരു സന്ദേശവുമായി കണ്ടുമുട്ടാം.